നമസ്കാരം. കേന്ദ്രീയ ഏജൻസികൾ വന്ന് പണി തുടങ്ങും മുമ്പേ സ്വന്തം പാർട്ടിയിൽ ശുദ്ധികലശം നടത്തുകയാണ് മമതാ ബാനർജി. പാർട്ടിയിൽ ഭൂമി കയ്യേറ്റം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചുകൊണ്ടാണ് മമത തന്റെ രാഷ്ട്രീയ കരുക്കൾ നീക്കുന്നത്. കഴിഞ്ഞ ദിവസം TMC നേതാവായ ദേബാശിഷ് പ്രമാണിക്കിനെതിരെ ഭൂമി കയ്യേറ്റ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് മമത പാർട്ടി ശുദ്ധീകരണ നടപടികൾക്ക് തുടങ്ങിയത്. മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം ജയ്പായ്ഗുരിയിലെ ഭൂമി കയ്യേറ്റ കേസുകളിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അന്വേഷണം ചെന്നെത്തിയത് ഡബ്ഗ്രാം ഫുൽബാരി തൃണമൂൽ യൂത്ത് കോൺഗ്രസ് നേതാവും SJDയുടെ ബോർഡ് അംഗവുമായ ദേശാഭാഷിക് പ്രമാണിക്കിന്റെയും കൂട്ടരുടെയും അറസ്റ്റിലാണ്. ഭൂമി കയ്യേറിയതിനും അനധികൃത ഇടപാടുകളിൽ ഏർപ്പെട്ടതിനും സിലിഗുരിയിൽ വെച്ചാണ് അറസ്റ്റിലായത്. ഇതേ തുടർന്ന് ശക്തമായ വിമർശനങ്ങളാണ് TMCയിൽ ഉയർന്നത്. അനധികൃത ഭൂമി കയ്യേറ്റം നടത്തിയാലോ വിൽപ്പന നടത്തിയാലോ ആരും രക്ഷപ്പെടില്ലെന്ന് മുന്നറിയിപ്പ് നൽകി മമത കേന്ദ്ര ഏജൻസികളിൽ നിന്നും പാർട്ടിയെ സംരക്ഷിക്കാനുള്ള നീക്കത്തിലാണ്. ദേബാശിഷ് പ്രമാണിക് കൂട്ടാളികളായ ബിമൽ റോയ്, കലാം എന്നിവരുൾപ്പെടെയുള്ള 5 പേർക്കെതിരെ പകലൂപ്പാറ സ്വദേശി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് നടന്നത്. 5 പേർ ചേർന്ന് തന്റെ ഭൂമി അനധികൃതമായി കയ്യേറിയെന്ന് സ്വദേശിനി ആരോപിച്ചു. ദേബാശിഷിന്റെയും ഗൗതം ഗോസ്വാമിയുടെയും നിർദ്ദേശപ്രകാരം ഭൂമാഫിയകളായ ബിമൽ റോയ്, മുഹമ്മദ് കലാം, ജാദു റോയ്, ഋഷികേശ് റോയ് എന്നിവർ ജുലാബി റോയിയുടെ ഭൂമി ബലപ്രയോഗത്തിലൂടെ കൈയടക്കാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം. 2023 മുതൽ ഭൂമി വിട്ടു നൽകാൻ പറഞ്ഞ് കുടുംബത്തെ നിരന്തരം പീഡിപ്പിച്ചു. അടുത്തിടെ പ്രതികൾ ദേബാശിഷിന്റെയും ഗൗതമിന്റെയും നിർദ്ദേശപ്രകാരം ജുലാബി റോയിയെയും കുടുംബത്തെയും ആക്രമിക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു. ഇവരുടെ സ്വർണ്ണാഭരണങ്ങൾ കൊള്ളയടിച്ച കേസിലും ഇവർ പ്രതികളാണ്. സർക്കാർ ഭൂമി മാത്രമല്ല, സ്വകാര്യ ഭൂമി തട്ടിയെടുക്കാനും വ്യാജരേഖ ചമയ്ക്കാനും പണം തട്ടിയെടുക്കാനും വധശ്രമത്തിനും ദേബാശിഷ് പ്രമാണിക്കിനെതിരെ ആരോപണം ഉയർന്നിട്ടുണ്ട്. മണിക്കൂറുകളോളം ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ സിലിഗുരി ജൽപായ്ഗുരി വികസന അതോറിറ്റി കൈമാറ്റം ചെയ്ത ഭൂമിയുടെ ലിസ്റ്റ് തയ്യാറാക്കാൻ ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി വിവേക് സഹായെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ നിയമപരമായും നിയമവിരുദ്ധമായും എത്ര ഭൂമിയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് കണ്ടെത്താൻ കഴിയും. അങ്ങനെ അനധികൃതമായി രജിസ്ട്രേഷൻ നൽകിയ ഭൂമിക്ക് മ്യൂട്ടേഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെ മമത നേതാക്കന്മാരുടെ അത്യാർത്തിക്ക് തടയിടുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.